ഇത് മെയിനായിട്ട് നമുക്ക് കൈ പോവാതെ ചില വിടവുകളുണ്ട്, അവിടെയൊക്കെ നോക്കാം. ഓ, മഴ പെയ്യുന്നത് പോലെയുണ്ട്. ഷാമ്പു ഒരു എക്സ്പെരിമെൻ്റ് നടത്തി നോക്കുകയാണ്. ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ, നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് നമ്മുടെ വാഹനം കഴുകി വൃത്തിയാക്കാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടി നീറ്റായിട്ട് കൊണ്ടു നടക്കാമെന്ന് എല്ലാവരും ഓരോ തവണയും ഓരോ മെത്തേഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്തവണ ഇവിടെ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ശരിയാവുമോ, ഇനി അത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഫ്ലോപ്പാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്തിനുപയോഗിക്കുന്ന ബ്രഷാണെന്നറിയില്ല. ഇവിടെ ഒരു ഹോസ് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുവഴി ഹോസ് കണക്ട് ചെയ്താൽ ഇതിൻ്റെ നടുവിലൂടെ ഈ ഒരു ബ്രഷിനിടയിലൂടെ വെള്ളം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ ബോട്ടിൽ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷാണ്. അപ്പോൾ ഈ ഒരു ബ്രഷും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബൈക്കിൻ്റെ ഒക്കെ കൈകൾ പോവാതെ ആ ഒരു ഒഴിവിലൊക്കെ ആ ഒരു വിടവിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റുമെന്നാണ് ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ബ്രഷും വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന സാധനങ്ങൾ. ഓക്കെ, ഒന്ന് നമ്മുടെ ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാക്രോളിൻ്റെ ഷാമ്പു എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പെയിൻറ്റ് ബ്രഷാണ് അത് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പഴയ ടൂത്ത് ബ്രഷും എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ അതുപോലെ ഒരു ബക്കറ്റ്, ഒരു മഗ്. ഓക്കെ, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് കഴുകി നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തുണ്ട് റിസൾട്ട് എന്ന് പറയാം. ചിലപ്പോൾ ഇത് നമുക്ക് സക്സസ് ആയിരിക്കും, ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറ. അതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് എങ്ങനെയുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് കഴുകിയ വണ്ടി ക്ലിയർ ആവുന്നുണ്ടോ, നീറ്റ് ആവുന്നുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകി നോക്ക്, എന്നിട്ടും പറ. ഈ ബ്രഷിനൊക്കെ അത്രയേ വില വരുന്നുള്ളൂ. ഈ ഒരു പച്ച കളറിൽ ഈ ഒരു ബ്രഷിന് 70 രൂപ സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബ്രഷിന് 35 രൂപ മാത്രമാണ് വില വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചീപ്പായിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ മച്ചന്മാരെ, നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഫുള്ളൊരു ഓവർവ്യൂ ഞാൻ കാണിച്ചു തരാം. ചുറ്റും ഒന്ന് നടന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്താണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ നോക്കി കാണാം, അവിടെ ചെളിയാണ്. ഇതിങ്ങനെ ഫുള്ളായിട്ട് ചെളിയാണ്, എവിടെയും ചെളി ഇല്ലാതെയില്ല. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഞാൻ വണ്ടി കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചെളി അടിച്ച് കയറിയിട്ടുണ്ട്. നമ്മുടെ കറുപ്പ് കളറുള്ള വണ്ടി ഇപ്പോൾ വേറെ ഒരു കളറായിട്ടുണ്ട്. ഓക്കെ, അടുത്തുനിന്ന് കാണിച്ചാൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. കാണുന്നുണ്ടല്ലോ, ഇത്രയും ചേറ് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അവിടെ മാത്രമല്ല, ഫുള്ള് നമ്മുടെ വണ്ടി മുഴുവനും ചെളിയാണ്. ഇവിടെയൊക്കെ മണ്ണാണ്. ഈ പൊടി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഞാൻ ഇതിൻ്റെ നടുവിൽ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വർക്ക് സൈറ്റിൽ നിന്ന് വന്ന പൊടിയാണിത്. ഓക്കെ, നമ്മുടെ പിൻഭാഗം നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഫുൾ പൂഴിത്തരിയാണ്. ഇവിടെയൊക്കെ മണ്ണ് വന്ന് അടിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, അത്രയും ചേറ് കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ റെയിൻ കോട്ടാണ്. നമ്മളിവിടെ ഇത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും അഴിക്കാം. ഇതും മുഴുവനും ചളി പിടിച്ചു. നമുക്ക് ഇതുമൊക്കെ ഇന്ന് കഴുകി വൃത്തിയാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കോട്ടൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ ഇതെന്തായാലും നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടി വാഷ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പൂഴിത്തരികളൊക്കെ, ഇതൊക്കെ പൂഴിത്തരിയാണ്, മണലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് വെള്ളം അടിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തടിച്ച മണൽത്തരികളൊക്കെ നന്നായിട്ട് കഴുകി കളയണം, ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ സ്ക്രാച്ച് വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലോസി അല്ല, മാറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോസി വരുന്നത് ഫ്രണ്ട് ആ ഒരു ഭാഗം മാത്രമേ ഗ്ലോസി വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, സ്ക്രാച്ച് വീഴുന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഈ ഒരു സൈഡ് പാനലൊക്കെ നമുക്ക് മാറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും സ്ക്രാച്ച് വീഴത്തില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, പരമാവധി സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹോസ് പൈപ്പ് റെഡി. നമുക്ക് ഇനി ഇതിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിവിടെ കണക്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഓൺ ചെയ്യാം.
പരിപാടി കൊള്ളാം. എന്താ ചെളി നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടോ ഇതുണ്ട്. പരിപാടി അടിപൊളിയാണ്. കാരണം മണ്ണൊക്കെ അപ്പാടപ്പാട് പോകുന്നുണ്ട് അതിൻ്റെ അകത്ത്. സാധാരണ കഴുകുമ്പോൾ ഇങ്ങനെ ഇത്രയൊന്നും വൃത്തിയാവാറില്ല. അതായത് ഈ മണ്ണൊന്നും ഇത്ര എളുപ്പത്തിലങ്ങ് പോകാറില്ല. അപ്പം നല്ല വേഗത്തിൽ ഈ മണ്ണൊക്കെ അങ്ങ് പോകുന്നുണ്ട്. കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ ബേമ്പയും മണ്ണ് പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. എനിക്ക് നിലവിൽ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടിയിലൊക്കെയുള്ള ചേറും മണ്ണും ഒക്കെ നമ്മൾ കഴുകി കളയാണ്. ഇതിനകത്ത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും പൈപ്പ് ഓണാക്കിയിട്ട്. കാരണം സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഇതിനെ കൊണ്ട് ഈ ബ്രഷിനെ കൊണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ഇവന് ഉരക്കുന്ന സമയത്തുള്ള ആ മണ്ണൊക്കെ അപ്പോഴപ്പോൾ തന്നെ കഴുകി പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താവും എന്നറിയില്ല. ഒരു പക്ഷേ നല്ലതായിരിക്കാം. കാരണം മണ്ണൊക്കെ അപ്പോഴപ്പോൾ കഴുകി കളയുന്നത് കൊണ്ട് പിന്നെ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് കുറയാം. ഇനി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രഷ് ആയതുകൊണ്ട് നമുക്ക് സ്ക്രാച്ച് വീഴുകയും ചെയ്യാം. രണ്ടിനും ചാൻസ് ഉണ്ട്. ഉറപ്പില്ല. നമ്മളൊരു പരീക്ഷണമാണിത്. കുറേ കഴുകാനുണ്ട്. നമുക്ക് എല്ലാ ഭാഗവും ഇതുപോലെ ഉരച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴുകി ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം കഴുകാൻ പറ്റും അത്രത്തോളം നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു തടിച്ച പൊടിയൊക്കെ കഴുകി. ഇവിടെ കുറച്ച് കഴുകാൻ സ്ഥലം ബാക്കിയായിപ്പോയി, ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട്. ഓക്കെ, ഷാമ്പു നന്നായിട്ട് പതിഞ്ഞു. ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇതുപയോഗിച്ച് വരച്ച് കഴുകുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഭാഗം നമ്മുടെ വണ്ടിയുടെ ബോഡി തട്ടാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇത് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് തട്ടാതെ ഉരച്ച് കഴുകാം. ഇതിനെക്കൂടെ ഇതൊരു ബ്രഷ് ആയതുകൊണ്ട് നമുക്ക് തുണി ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാൾ കുറച്ചുകൂടി സുഖമുണ്ട്. എളുപ്പത്തിൽ കഴുകാം. അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഞാനിപ്പോൾ അടിച്ച് പൊട്ടിക്കും. സൂക്ഷിച്ച് കഴുകിയാൽ നമുക്കുള്ള. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇച്ചിരി ഒന്ന് ഫാസ്റ്റാക്കിയതാണ്. പക്ഷേ അത് അത്ര നല്ലതല്ല. ഫാസ്റ്റാക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ തട്ടുന്നു. കഴിയുന്നതും സ്ക്രാച്ചൊന്നും വീഴാതെ ഉരച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കുക. വേറെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഈ ബ്രഷ് കഴുകിയാലും മതി. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മൾ ട്രയൽ അടിക്കുകയാണ് നടക്കുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കഴുകുന്നത്. എന്തായാലും പരിപാടി ഓക്കെയാണ്. നമ്മൾ തുണി കൊണ്ട് കഴുകുന്നതിനേക്കാൾ, ഇനി അതല്ല നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് കഴുകുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കഴുകാനൊക്കെ സാധിക്കുന്നുണ്ട്. പരിപാടി നല്ല നീറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം ചെറിയ സ്പോട്ടുകളുണ്ടാവും. ഇപ്പോൾ ഈ ഒരു മടക്കിലൊക്കെ കാണാം. ഈ മടക്ക് കണ്ടില്ലേ, അവരൊക്കെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് വൃത്തിയാവുന്നുണ്ട്. ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് കഴുകുമ്പോൾ അതൊന്നും അങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വൃത്തിയാക്കാനൊന്നും പറ്റാറില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിത് നല്ല രീതിക്കൊന്ന് ഉരച്ചെടുത്ത് മുഴുവനായിട്ടും വണ്ടി ഒന്ന് കഴുകട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. ഇത് പൊഴുകയിൽ ക്യാമറ ഓടിക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര ഒരു സുഖമില്ല, കഴുകാനായിട്ടൊരു ഏലില്ല. ഓക്കെ മച്ചന്മാരെ, നമ്മൾ കഴുകിയിട്ട് ഫസ്റ്റ് ലെയർ കഴുകി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ പച്ച ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിക്ക് കഴുകി. അതിനുശേഷം നമ്മൾ ആ ഒരു വെള്ളം ഉപയോഗിച്ച ആ സോപ്പ് ഷാമ്പൂവിൻ്റെ പതയൊക്കെ കഴുകി കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റായിട്ടുണ്ട്. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് കൈയിട്ട് കഴുകാൻ ഇച്ചിരി റിസ്ക് ആയിരുന്നു. അതൊക്കെ ഇച്ചിരി കൂടി ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പച്ച ബ്രഷ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ബോട്ടിൽ കഴുകുന്ന ബ്രഷ് കൂടി ഉപയോഗിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോട്ടിൽ കഴുകുന്ന ബ്രഷ്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ കൈ കയറാതെ ഇടങ്ങളിലേക്ക് നമുക്ക് കുത്തി ഇറക്കിയിട്ട് കഴുകാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും ഉള്ളിലോട്ടൊന്നും നമ്മൾക്ക് സാധാരണ കഴുകാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് കഴുകാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ എല്ലാ വിടവുകളിലൊക്കെ നമുക്ക് കുത്തിക്കയറ്റി നല്ല രീതിയിൽ കഴുകിയെടുക്കും. അപ്പോൾ ഇതിന് മുന്നിലായിട്ട് ഇവിടെ ഒരു സ്പോഞ്ച് കാണാം നിങ്ങൾക്ക്. ഈ ഒരു സ്പോഞ്ചുള്ള മോഡലായിരുന്നില്ല എനിക്ക് വേണ്ടത്. ഇതുപോലെ തന്നെ ബ്രഷ് ഇവിടെ വരുന്ന മോഡലായിരുന്നു വേണ്ടത്. പക്ഷേ കിട്ടിയില്ല. സാധാരണ ഈ ഒരു മോഡലാണ് കിട്ടിയത്. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്കൊരു ട്രയൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ട്രൈ എടുത്തു. മെയിനായിട്ട് നമുക്ക് കൈ പോവാതെ ചില വിടവുകളുണ്ട്, അവിടെയൊക്കെ നോക്കാം. ഓക്കെ, മഴ പെയ്യുന്നത് പോലെയുണ്ട് ഷാമ്പു.
നമ്മുടെ കൈ പോവാതെ എല്ലാ വിടവുകളിലും ഈ ഒരു സാധനം കറക്റ്റായിട്ട് ഇറങ്ങിച്ചേരും. ഓക്കെ. ഓഹോ, എൻ്റെ വണ്ടി വാങ്ങിയിട്ട് ഈ സ്ഥലമൊന്നും ഇതുവരെ കഴുകാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഓക്കെ. അയ്യോ, കമ്പി ഒടിഞ്ഞു പോയി. ഈ ഒരു പ്രശ്നമുണ്ട്, കമ്പി ഒടിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അത് ഒഴിവാക്കി നമുക്ക് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഓ എന്തൊരു വൃത്തി കാണുമ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് എന്തൊക്കെയാവും. ഇതിനുള്ളിലൂടെ കാണിച്ചു തരാൻ കയറുന്നില്ല. ഓക്കെ, ബ്രഷ് വളഞ്ഞു പോയി കാണുന്നുണ്ടാവും. ഓക്കെ, വളഞ്ഞു കിടക്കാം. അങ്ങനെ വളഞ്ഞു പോകുന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാം പെർഫെക്റ്റാണ്. ഓക്കെ. ഓ, സോപ്പ് കൊണ്ട് ഞാൻ മഴ പെയ്ച്ചു. ഇതുപോലുള്ള വിടവുകൾ, ഹോളുകളിലാണ് ഏറ്റവും സുഖമായിട്ട് ഇത് വെച്ച് കഴുകാനായിട്ട് പറ്റുന്നത്. ആഹാ, എന്ത് നല്ല സുഖം. ഒടിഞ്ഞു പോകുന്നുണ്ട് ഗൈസ്. ഒടിഞ്ഞു പോകുന്നതൊരു പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് എൻജിൻ സൈഡ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കാൻ പറ്റുന്നത് നോക്കാം. മെയിനായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരുന്നു വൃത്തിയാക്കാൻ എപ്പോഴും വിഷമമുണ്ടായിരുന്നു. നമ്മുടെ കൂളൻ്റ് ലൈന് പോകുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ഇതിനുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ഒരു മാർഗ്ഗത്തിലൂടെ ഇത് ക്ലീൻ ആക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നടക്കാതെ ഒരു കാര്യമായിരുന്നു. നമുക്ക് സിമ്പിളായിട്ട് ഇതിനുള്ളിൽ കയറി പോകുന്നുണ്ട്. ആഹാ, ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി വാങ്ങിയിട്ട് ഇത്രയും നല്ല രീതിക്ക് കഴുകാനായിട്ട് പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. ഈ ഒരു ബുദ്ധി എന്താ നേരത്തെ തോന്നാഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആഹാ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. സംഭവം പൊളിയാണ്. എല്ലാ ഹോളുകളിലും നമുക്ക് കഴുകാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ സസ്പെൻഷൻ്റെ ഇടയിലൊക്കെ നല്ല രീതിക്ക് കഴുകാം. സൂപ്പർ. ഇതേ കണ്ടോ, ടയറിൻ്റെയും ആ ഒരു എൻജിൻ്റെയും കവറിൻ്റെ ഇടയിൽ. അയ്യോ, കുടുങ്ങി. ഏതെങ്കിലും ഒരു ചെറിയൊരു ഹോൾ ഉണ്ടായാൽ മതി. നമുക്ക് ആ ഹോൾ വഴി കുത്തി കയറ്റി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കഴുകാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, 30 രൂപ മാത്രമേ ഈ ഒരു ബ്രഷിന് വില വന്നിട്ടുള്ളൂ. ആഹാ, ഓഹോ. ഓക്കെ, ഞാൻ മുഴുവനായിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്തുണ്ട് നമുക്ക് സാധാരണയായിട്ട് വണ്ടി കഴുകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയൊക്കെ നമ്മുടെ V3-കകത്ത് ഓക്കെ എവിടെയൊക്കെ ചേറ് ഒട്ടിപ്പിടിച്ച് കിടക്കാറുണ്ട്. നമ്മൾ എത്ര കഴുകിയാലും ചേറ് പോവാത്തതായിട്ട് എത്ര സ്ഥലങ്ങളുണ്ടെന്ന് സാധാരണ ഒരു വണ്ടി കഴുകുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം, അവിടെയൊക്കെ ചേറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കഴുകി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ മച്ചന്മാരെ, നമ്മളിപ്പോൾ കഴുകി വെള്ളം ഒഴിച്ച് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകിയത് ആ ഒരു ഷാമ്പൂ, പത, സോപ്പ്, മണ്ണ് ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി നീറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തുടച്ച് ഒന്ന് വൃത്തിയാക്കുക കൂടി ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് ഇത് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് തുടച്ചെടുക്കാം. ഓക്കെ, ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് നല്ലൊരു സ്പോട്ട് പോയിട്ട് ഞാൻ വണ്ടിയുടെ ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഫുള്ളായിട്ടൊന്ന് ചുറ്റിലും നടന്ന് കാണിച്ചു തരാം. അടുത്തടുത്ത് ഓരോ എന്താ പറയുക ഇഞ്ച് ബൈ ഇഞ്ച് ഞാൻ നീറ്റ് എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി നല്ലൊരു സ്പോട്ടിലെത്തിയിട്ട് കാണാം. മച്ചം വരെ. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ടല്ല, നമ്മൾ സ്ഥിരം സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ അധികവും വീഡിയോ ചെയ്യാറുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടാണ്, ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിനി നേരെ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ V3-യുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ഇതും കാണാം. ഓക്കെ, ടയറിലിപ്പോൾ കുറച്ച് മണ്ണ് പറ്റിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തൂടെയാണ് വന്നത്. ഓക്കെ, അതുകൊണ്ട് പറ്റിയതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴുകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ ഇത്ര ഒരു സമയം കൊണ്ട് നമ്മൾക്ക് പറ്റാറില്ല. ഇതിലും ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തവണ കുറച്ചുകൂടി എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു മാസ്റ്റർ സിലിണ്ടർ, നമ്മുടെ റിയർ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഈ ഒരു വിടവിലൊന്നുമുള്ള മണ്ണുകളൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റാറില്ല. അത് നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിക്ക് നിങ്ങൾക്ക് കാണാം ഈ ഒരു നെറ്റിൻ്റെ അതായത് എക്സോസിൻ്റെ
ഇവിടെ ഒരു നെട്ടുണ്ട്. ഈ നെറ്റിൻ്റെ അടിഭാഗത്തുനിന്ന് ഒരു കാലത്തും നമുക്ക് വൃത്തിയാക്കാൻ പറ്റാറില്ലായിരുന്നു. നമ്മൾ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കേണ്ട ഒരു ഇവിടെയൊക്കെ കഴിയുന്നതും വൃത്തിയാക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. അവിടെയൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വിട്ടുപോയതുണ്ട്, കഴുകുമ്പോൾ വിട്ടുപോയ ഭാഗങ്ങളാണ്. അതൊഴിച്ച് ബാക്കി നമ്മൾക്ക് സാധാരണ കഴുകുമ്പോൾ കഴുകാൻ പറ്റാതിരുന്ന, കൈകൾ പോവാതെ കഴുകാൻ പറ്റാതിരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒട്ടും വൃത്തിയാവാതെ ഉള്ളതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഒട്ടും വൃത്തിയായിട്ടില്ല. അതുപോലെ ചില ഭാഗങ്ങൾ നമ്മൾ അലോയ്സിൽ കുറച്ച് ഭാഗങ്ങൾ വൃത്തിയാവാതെയുണ്ട്. ഓക്കെ, കാണിച്ചു തരാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഒട്ടും വൃത്തിയാവാതെ കിടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ വൃത്തിയാക്കാഞ്ഞിട്ടല്ല, നമ്മുടെ ആ ഒരു ചെയിൻ ലൂബ് തെറിച്ചിട്ട് ഒട്ടിപ്പിടിച്ചേക്കാണ്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയിൻ ലൂബ് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾക്ക് അറിയാതെ വിട്ടുപോയ ഭാഗങ്ങളല്ല, നമുക്ക് കഴുകിയിട്ട് വൃത്തിയാവാത്ത ഭാഗങ്ങളാണ്. ഓക്കെ, അതൊക്കെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസൽ വാഷോ ഇനി അതല്ല ചെയിൻ ക്ലീനറോ ഒക്കെ ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ വൃത്തിയാവത്തുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അതത്ര വൃത്തിയല്ലാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെറുതായിട്ടൊരു ബി റോൾ കാണാം. ബി റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യുന്ന ബി റോളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ബി റോൾ ട്രൈ ചെയ്യാം. ഞാൻ പൊതുവേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ബി റോളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ബി റോൾ ട്രൈ ചെയ്യാണ്, എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഈ വണ്ടിയുടെ ഒരു ബി റോൾ നിങ്ങൾ കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾ ഈ വണ്ടി ഒന്ന് കഴുകി നോക്കും. നിങ്ങളുടെ വണ്ടി ഈ 2 ബ്രഷുകൾ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി നോക്ക്. കഴുകി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പേർക്കും നമ്മളുടെ വണ്ടി കഴുകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കൈ എല്ലായിടത്തേക്കും എത്താതെ നമ്മൾ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സക്സസ് ആണെങ്കിൽ, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 80% സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സക്സസ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കഴുകി നോക്കിയിട്ട് ഒരു 100 രൂപയുടെ കേസാണ്, നിങ്ങൾ ബ്രഷ് വാങ്ങിയിട്ടൊന്ന് കഴുകി നോക്കൂ. കഴുകി നോക്കിയിട്ട് സക്സസ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകി നോക്കുക. കഴുകി നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വണ്ടി കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കത് ഈ ഒരു ചെറിയൊരു 100 രൂപയുടെ മുതൽ മുടക്കിൽ നല്ല രീതിക്ക് കഴുകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു കാര്യം വേറെ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ ഉൾവശത്ത് ഇവിടെയൊക്കെ എൻജിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ചളി ഒട്ടിപ്പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറൊക്കെ നോക്കൂ, പുതിയതുപോലെയായി. ഇവിടെയൊക്കെ ഫുള്ള് ചെയറായിരുന്നു, അതൊക്കെ ആ ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിക്ക് തന്നെ കഴുകാനായി. ഓക്കെ, എഞ്ചിൻ്റെ ടോപ്പ്, ഈ ഒരു എഞ്ചിൻ ടോപ്പാണ് നമുക്ക് എപ്പോഴും കഴുകാൻ കൈ കടക്കാതെ ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Money I be making, I'ma burn them, I'ma murk them. And if they playing with this fire, I'ma burn them. Murder, it's a murder. Disrespect us, I'ma spark it, I'ma burn them. And I be searching, I be lurking, I'ma hurt them. And all these bridges that I'm building, I'ma burn them. Burn them, burn them. All this money I be making, I'ma burn them. Burn them. Smoke it up. Burn them. Whop a nigga's bucket, I'ma serve them. Spinning on a block with a mop, I disturb them. I never killed a nigga, but I'm ready to spit a hollow right on a person. And the curse, I'm about to merge on a nigga's turf. I'ma let a nigga burn, let him burn.